ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആദ്യോദയ എൽ പി സ്കൂളിന്റെ വിവൻഷ്യ അന്തു എന്ന വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഔപചാരികമായ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ കുറെ ആദരിക്കൽ ചടങ്ങുമാണ്. വളരെ പ്രധാനപ്പെട്ട ആദരിക്കൽ ചടങ്ങുകളാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഈശ്വര ചിന്തയിലാക്കും ഞാൻ മടികൂടാതെ പഠിച്ചുയർന്ന് മിടുക്കനായി വാഴും ഞാൻ മടികൂടാതെ പഠിച്ചുയർന്ന് മിടുക്കനായി വാഴും ഞാൻ മനസാ വാചാ കർമ്മണ ബുദ്ധ്യാ നീരിനെ നിറവിൽ കാണും ഞാൻ നിറവിൽ കാണും ഞാൻ പഠനം എന്നെ പിടിപ്പുകേട് പിടിച്ചിടാതെ നോക്കും ഞാൻ പഠനം എന്നെ പിടിപ്പുകേട് പിടിച്ചിടാതെ നോക്കും ഞാൻ പടിപടിയായി പടവുകൾ തേടി ഈശ്വരനോടായി കേറും ഞാൻ ധർമ്മവും നീതിയും ബുദ്ധിയും സിദ്ധിയും ദൈവിക സരണിയിലാക്കിയിടാം ഗുരുവും അമ്മയും അച്ഛനുമെല്ലാം നാഥ പ്രാർത്ഥന തള്ളല്ലേ നാഥ പ്രാർത്ഥന തള്ളല്ലേ. ഈ പരിപാടിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ PTA വൈസ് പ്രസിഡന്റ് അബ്ദുള്ള അൻസാരി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന 22ാം വാർഡ് മെമ്പർ യസീദ്, മുൻ HM സാബിറ ടീച്ചർ, ഇവിടെ ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾ, ഹിദായ, ഹമയ, കഴിഞ്ഞ വർഷം LSS നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ MTA പ്രസിഡന്റ്, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് എല്ലാ സമയവും കഠിന പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇവിടുത്തെ ഡ്രൈവർമാർ, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അതുപോലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, കുക്ക്, ഓരോരുത്തരായിട്ട് ആദ്യമായി ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ന് രാവിലെ 9 മണി മുതൽ ഇവിടെ വിദ്യാർത്ഥികളുടെ തങ്ങളുടെ സർഗ വാസനകൾ പ്രകടിപ്പിക്കാനുള്ള ഒട്ടേറെ അവസരങ്ങളുണ്ടായി. തീർച്ചയായും കുട്ടികളുടെ ഈ കലാപ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് കൗതുകവും വലിയ സന്തോഷവും തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായ ഒരു സുദിനമാണിന്ന്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഈ സ്കൂളിലെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം ചില അക്ഷരങ്ങളിലൂടെ, അക്കങ്ങളിലൂടെ മാത്രം കടന്നു പോകേണ്ടതല്ല. അതുകൊണ്ട് തന്നെയാണ് കരിക്കുലം എന്നുള്ളത്. അത് കലാമേളകളും ശാസ്ത്രമേളകളും കായികമേളകളും പ്രവൃത്തി പരിചയമേളകളും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമുക്കറിയാം, കൊണ്ടോട്ടി സബ് ജില്ലയിൽ ഒട്ടേറെ മത്സര പരിപാടികൾ നടന്നു. അതിൽ നൂറുകണക്കിന് നമ്മളെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അവർ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു, മത്സരത്തിൽ പങ്കെടുത്തു. അവർക്ക് വലിയ അനുഭവങ്ങളുണ്ടായി, അവർക്ക് വലിയ എക്സ്പീരിയൻസ് ഈ പരിപാടിയിൽ പങ്കെടുത്തുപോയി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ഇറ്റ് എയിംസ് ദ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ്.
എല്ലാ മേഖലകളിലും വികാസമാണ് വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്നത്. അത് പഠനം എന്നുള്ളത് മാത്രമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സമയം ഏറെ സ്പോർട്സിനും മറ്റുള്ള കലാമേളയിലും എല്ലാം ചെലവഴിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുറേ വർഷങ്ങളായി ഈ മേഖലകളിലെല്ലാം വലിയ ഊന്നൽ കൊടുക്കുന്നുണ്ട്. തൊട്ടുമുമ്പ് നിങ്ങൾ കണ്ട കലാപ്രകടനം, കരാട്ടെ പ്രദർശനമാണെങ്കിൽ നമുക്കറിയാം ഏതാനും വർഷങ്ങളായി മാർഷൽ ആർട്സിന്, നീന്തൽ പരിശീലനത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും എന്ന് നമുക്കറിയാം. കായികപരമായി ഫിറ്റായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഈ മക്കൾ പല പ്രകടനങ്ങളും കാഴ്ചവെച്ചപ്പോൾ നമ്മൾ കൗതുകത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. നമുക്കറിയാം, മനുഷ്യ ശരീരം എന്ന് വലിയ സാധ്യതയുള്ള ഒന്നാണ്. വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ബോഡിയുടെ ചില പ്രകടനങ്ങൾ കാണുമ്പോൾ നമ്മളെല്ലാം അത്ഭുതപ്പെടാറുണ്ട്. നമ്മളെ മക്കളും അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് വർഷങ്ങളായി കരാട്ടെ, അതുപോലെ നീന്തൽ പരിശീലനം എന്നിവയ്ക്ക് നമ്മുടെ സ്കൂൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ്, പ്രവൃത്തി പരിചയത്തിന് പ്രത്യേകമായിട്ട് ഒരു ടീച്ചറെ ഏതാനും വർഷങ്ങളായിട്ട് വെക്കുകയും അതുകൊണ്ട് തന്നെ പ്രവൃത്തി പരിചയമാളിൽ ഒട്ടനവധി സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ LSS വിദ്യാർത്ഥികൾക്കറിയാം, രക്ഷിതാക്കൾക്കറിയാം, അക്കാദമിക് ഇയർ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ പരിശീലനം തുടങ്ങുകയാണ്. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പേ LSS പരിശീലനം എത്രയോ വർഷങ്ങളായി നമ്മൾ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് നൈറ്റ് ക്ലാസ്സിലൂടെ, നൈറ്റ് ക്യാമ്പിലൂടെ, ആയിരക്കണക്കിന് GK ക്വസ്റ്റ്യനിലൂടെ ഈ കുട്ടികൾ കടന്നുപോയി എന്നുള്ളത് നമുക്കുറപ്പാണ്. അത് അവർക്ക് LSS കിട്ടിയാലും അല്ലെങ്കിലും തീർച്ചയായും അതിൻ്റെ ഒരു പ്രതിഫലനം അവരുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവുമെന്ന് യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് അവിടുത്തെ വിദ്യാർത്ഥികൾ ഇത്രമാത്രം എക്സ്പോഷർ, ഇത്രമാത്രം എക്സ്പീരിയൻസ് കിട്ടുമോ എന്നെനിക്ക് തീർച്ചയായും സംശയമുണ്ട്. വലിയ ഡൊണേഷൻ കൊടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ പോലും ഇത്തരം നിരന്തരം കുട്ടികൾക്ക് ഒരു ഒഴിവുമില്ല. നമുക്കറിയാം, ഈ കല്യാണങ്ങളും പല പരിപാടികളെല്ലാം ഈ LSS കുട്ടികൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ വർഷം നമ്മൾ നോൺ LSS വിദ്യാർത്ഥികൾക്ക് പോലും സ്പെഷ്യൽ കോച്ചിങ് നടത്തുകയും അവരിൽ മികച്ചവർ കൂടി ഈ സ്റ്റേജിലുണ്ട്. രക്ഷിതാക്കൾക്ക് അവരോടൊന്നിച്ച് നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള പല പരിശീലനങ്ങളും നമ്മൾ നടപ്പിലാക്കുകയുണ്ടായി. ഞാൻ സമയം കുറേ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം, പാരൻറ്റിങ് എന്നുള്ളത് നമ്മുടെ പഠനം പോലെ വളരെ പ്രധാനമായിട്ടുള്ള സംഗതിയാണ്. ഇറ്റ് ഷുഡ് ബി സയൻറ്റിഫിക്. അത് കൃത്യമായ പഠനവും ഗവേഷണവും ആവശ്യമുണ്ട്. എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യും, ഇന്നത്തെ കുട്ടികളെ ഇന്നത്തെ കാലത്ത് എത്രമാത്രം പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. ലഹരി മാഫിയയും പല അരാജകത്വവും ഉള്ള ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് കൃത്യമായി പഠിക്കാൻ നമ്മൾ തയ്യാറാവും. നമ്മൾ ഒട്ടനവധി ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. നിരന്തരം സോഷ്യൽ മീഡിയയിൽ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ സമയം ചെലവഴിക്കണം. എന്തിനു വേണ്ടി? ഹൗ ടു ഡീൽ അവർ ചിൽഡ്രൻ. നമ്മളെ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യും, പ്രശ്നങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് ഒട്ടനവധി അത്തരം ക്ലാസ്സുകൾ ലഭ്യമാണ്. ഇവിടെ നമ്മുടെ മുൻ PTA പ്രസിഡൻറ്റ്, നമ്മുടെ PTA വൈസ് പ്രസിഡൻ്റൊക്കെ അൻസാരി, അവരെല്ലാം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒട്ടനവധി അനുഭവങ്ങൾ അവർക്കെല്ലാം പറയാനുണ്ടാവും. തീർച്ചയായും ടീനേജിനെ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല ബാല്യത്തിലുള്ള കുട്ടിയെ കൈകാര്യം ചെയ്യുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക, അവരെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക, അവരെ കേൾക്കാൻ തയ്യാറാവുക, ഒരുപക്ഷെ ചിലപ്പോൾ അവരെ പ്രൈവസിയെ മാനിക്കാൻ തയ്യാറാവുക. ഈ രീതിയിലെല്ലാം പാരൻറ്റിങ്ങിനെ കുറിച്ച് കൃത്യമായ പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ സ്കൂൾ അടുത്ത വർഷവും കൃത്യമായി കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ്, അതുപോലെ GK, മറ്റ് നേരത്തെ പരാമർശിച്ച എല്ലാ കാര്യങ്ങളിലും ഏറ്റവും നല്ല ശാസ്ത്രീയമായ രീതിയിലൊരു വിദ്യാഭ്യാസമാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ പ്രശ്നത്തിലും നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് മാനേജ്മെൻറ്റ് നമ്മളെ കൂടെയുണ്ട് എന്നുള്ളത്
നമുക്കറിയാവുന്നതാണ്. മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരു മാനേജ്മെൻ്റ് അല്ല നമുക്കുള്ളത്. ഓരോ കാര്യത്തിലും അവർ നമ്മോടൊപ്പം ഉണ്ട്. അത് നമ്മുടെ ഭാഗ്യമാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ഇവിടെ നേരത്തെ പരാമർശിച്ച എല്ലാവരെയും, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, വേദിയിലിരിക്കുന്ന എല്ലാ നേതാക്കളെ, വിദ്യാർത്ഥികളെ, ആദരവ് കൈപ്പറ്റാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും, ഡ്രൈവേഴ്സ്, ടീച്ചേഴ്സ്, നോൺ ടീച്ചേഴ്സ്, ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി PTA വൈസ് പ്രസിഡന്റ് അബ്ദുള്ള അൻസാരി അവർകളെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ സ്കൂളിൻ്റെ HM സയ്യിദ് സാർ, പ്രിയ സുഹൃത്തും വാർഡ് മെമ്പറുമായിട്ടുള്ള യസീദ് കോയ തങ്ങൾ, മുൻ HM സാബിറ ടീച്ചർ, മാനേജർ അദീബ് മാസ്റ്റർ, സ്റ്റേജിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള സ്നേഹാദരണീയരായിട്ടുള്ള രക്ഷിതാക്കളെ, അധ്യാപകരെ, മറ്റ് സ്റ്റാഫ് അംഗങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, വർണ്ണാഭമായ ഒരു വാർഷിക ആഘോഷ പ്രോഗ്രാമിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വിവാൻഷ്യ ആന്തൂർ 2026 വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ മക്കളുടെ പ്രോഗ്രാം ഈ സ്റ്റേജിൽ അരങ്ങേറുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ഇനാഗ്രേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ വളരെ നേരത്തെ തന്നെ പറഞ്ഞ പോലെ രാവിലെ 9 മണിയോട് കൂടി നമ്മുടെ UKG വിദ്യാർത്ഥികൾക്കുള്ള ഒരു ബിരുദ നൽകുന്ന ഒരു വളരെ വർണ്ണാഭമായിട്ടുള്ള ഒരു ചടങ്ങ് നടന്നു. വളരെയേറെ അപ്രീഷിയേറ്റ് ചെയ്യണം. എക്കാലത്തും നമ്മുടെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരും PTA-യും MTA-യും ഒക്കെ ഒരുമിച്ച് നമ്മുടെ വിവിധ അഭിരുചികളിലുള്ള നമ്മുടെ മക്കളെ വ്യത്യസ്ത കളറിൽ അവരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർക്ക് നല്ലൊരു മോട്ടിവേഷൻ നൽകിക്കൊണ്ട് അവർക്കൊരു അംഗീകാരം നൽകിക്കൊണ്ട് അവരെ ഇങ്ങനെ സ്റ്റേജിൽ കൊണ്ടുവരുമ്പോൾ അവരുടെ വരും ഭാവിയിൽ അവരുടെ പഠന രംഗത്തും മറ്റവരുടെ വ്യക്തിത്വ വികാസത്തിനുമൊക്കെ അത് ഏറെ ഈ ഒരു തുടക്കത്തിൽ തന്നെ ഒരു സ്കൂളിൽ നിന്നത് ലഭിക്കുക എന്നത് നമ്മൾ വളരെ വിരളമായി കാണുന്ന ഒരു കാര്യമാണ്. ആദ്യർക്കുന്ന് സ്കൂൾ എക്കാലത്തും അത് മാതൃകയോടുകൂടി ചെയ്യുന്നതാണ്. അതിനൊരു പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. ഇവിടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ PTA പ്രസിഡൻ്റായിട്ടുള്ള ഷാഫിയാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. അദ്ദേഹം വിദേശത്തായിരുന്നതുകൊണ്ട് അഭാവത്തിൽ ആണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഇനി പോകുന്നത് 2 മാസത്തെ വെക്കേഷനിലേക്കാണ്. നമുക്കറിയാം നമ്മുടെ മക്കൾ പലപ്പോഴും ഇനി പോവുക മൊബൈലിൻ്റെ കൈകളിലേക്കാണ്. പലപ്പോഴും സ്ക്രീൻ ടൈം ആയിരിക്കും ഇനി അവരെ നിയന്ത്രിക്കുക. ഈ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, എന്നോടെന്ന പോലെ പറയാനുള്ളത്, ഈ 2 മാസം നമുക്ക് കൃത്യമായൊരു പ്ലാന് നമുക്കുണ്ടായിരിക്കണം. ഈ 2 മാസം കൊണ്ട് നമ്മുടെ വളരെ നേരെ അക്കാഡമിക്കായിട്ടും അല്ലാതെയും ഒക്കെ ഉയർന്ന കുട്ടികൾ ഈ 2 മാസത്തെ അവരുടെ ഈ മൊബൈൽ ഫോണിൻ്റെ അമിതമായ അഡിക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റികൾ കൊണ്ട് ഉപകാരപ്രദമല്ലാത്ത സൈറ്റുകളിലേക്ക് കയറി അവരുടെ ഭാവി തളർന്നു പോകരുത്, തകർന്നു പോകരുത്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ രക്ഷിതാക്കൾ എന്നൊക്കെ ഞാനടക്കം നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. വിവിധങ്ങളായിട്ടുള്ള അവർക്ക് ധാർമ്മികവും മതപരവുമായിട്ടുള്ള അതേപോലെ തന്നെ അവർക്ക് നന്മയാകുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളും ആക്ടിവിറ്റികളും ഞങ്ങളുടെ നാടുകളിൽ വ്യത്യസ്ത തലത്തിൽ നടക്കുന്നുണ്ട്. അത് കൃത്യമായി അന്വേഷിച്ച് അത്തരം ക്യാമ്പുകളിലേക്കൊക്കെ കുട്ടികളെ അവരുടെ ഈ വെക്കേഷനിൻ്റെ ഈ ഒരു അവധിക്കാലത്തെ നഷ്ടപ്പെടുത്താതെ നല്ല നല്ല കാര്യങ്ങളിലേക്ക് പുറത്തേക്ക് പോകാനും ഒക്കെ രക്ഷിതാക്കൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. അതിനൊരു കൃത്യമായ പ്ലാനും ഒരു ആക്ടിവിറ്റിയും ഒക്കെ സെറ്റ് ചെയ്താൽ ഇനി തുടരുന്ന ഒരു അധ്യയന വർഷത്തേക്ക് അവർ കടന്നു വരുമ്പോൾ അവർക്ക് നല്ലൊരു ഊർജം ലഭിക്കും. അതല്ലെങ്കിൽ അവർ അവരുടെ പഠനത്തിൽ നിന്നും മികവിൽ നിന്നും പിറകോട്ട് പോകാൻ സമകാലിക സാഹചര്യത്തിലുള്ള ഇത്തരം മീഡിയകൾ അവരെ കൊണ്ടെത്തിക്കും. നമ്മുടെ ലബീബൊക്കെ മാനേജ്മെൻറ്റിൽ എല്ലാം ലബീബൊക്കെ ഇത്തരം സ്ക്രീൻ ടൈമിനെ കുറിച്ചുള്ള പ്രോഗ്രാമുകൾ യൂട്യൂബിൽ നടത്താറുണ്ട്. അത്തരം ഒക്കെ പ്രോഗ്രാമുകളിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് ഈ മൊബൈലിൽ തന്നെ അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ആപ്പുകളും കാര്യങ്ങളുമുണ്ട്. അതിന് നമ്മളൊരു പ്രോത്സാഹനം കൊടുക്കുക. ഇവിടെ രാവിലെ കൊടുത്ത പോലത്തെ അംഗീകാരങ്ങളും പ്രൈസും സമ്മാനവും ഒക്കെ അതിന് കൊടുത്താൽ നമ്മുടെ മക്കളെ നല്ലൊരു രൂപത്തിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. ആ നിലക്ക് ഇന്ന് ഇവിടെ നടത്തുന്ന ഇത്തരം ആക്ടിവിറ്റികളും പ്രോഗ്രാമുകളും ഒക്കെ അവർക്ക് വളരെയേറെ എനർജറ്റിക് ആവാൻ ഉപകരിക്കുന്നതാണ്. ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ഇവിടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ 22-ാം വാർഡിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ യസീദ് കോയ തങ്ങളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം അതിനുവേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമസ്കാരം. ആദരണീയ ചടങ്ങിൻ്റെ അധ്യക്ഷൻ
അൻസാരി, അതുപോലെ തന്നെ AMLP സ്കൂളിൻ്റെ HM സെയ്ദ് സാറ്, മുൻ HM ടീച്ചറ്, അതുപോലെ തന്നെ ഇതിലെ അധ്യാപകരെ, രക്ഷിതാക്കളെ, കുട്ടികളെ. എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയൊരു കാര്യം ഞാൻ ആദ്യമേ പറയാം. രക്ഷിതാക്കളെ ചേർത്ത് പിടിക്കലുണ്ട് സാധാരണ എല്ലാ സ്കൂളുകാരും. ആ രക്ഷിതാക്കളെയും അധ്യാപകരെയും ചേർത്ത് പിടിക്കലുണ്ട്. ആ രക്ഷിതാക്കളെയും അധ്യാപകരെയും നോൺ ടീച്ചർ സ്റ്റാഫിനെയും ആ സ്കൂളിലെ ജീവനക്കാരെയും കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു സ്കൂൾ ആന്തിയൂർക്കുന്ന് AMLP സ്കൂളാണ്. നല്ലൊരു കയ്യടി അത് കൊടുത്തത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഞാൻ ഒരുപാട് സ്കൂളിൽ പുളിക്കൽ AML ഹൈസ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ ഈ സ്കൂള് PTA പ്രസിഡൻ്റായിരുന്നു. മറ്റുള്ള സ്കൂളുകളെ അപേക്ഷിച്ചിട്ട് പുളിക്കൽ ആന്തിയൂർക്കുന്ന് AMLP സ്കൂളിലെ വ്യത്യസ്തരാക്കുന്നത് ഈ ഒരു ചേർത്ത് പിടിക്കൽ തന്നെയാണ്. ഒരുപാട് അപ്ഡേഷൻസ് ഉള്ള മാനേജ്മെൻറ്റ്, അദീബായാലും ലബീബായാലും ഒക്കെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് പൊതുവിദ്യാലയം ഒരു ബിസിനസ് അല്ല, പൊതുവിദ്യാലയം പൊതുസമൂഹത്തിലുള്ള ഉത്തരവാദിത്തമാണ് എന്ന് തെളിയിച്ച മാനേജിംഗ് കമ്മിറ്റി, എല്ലാത്തിനും കൂടെ നിൽക്കുന്ന മാനേജിംഗ് കമ്മിറ്റി, അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിലായാലും രക്ഷിതാക്കൾ, അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി മത്സരിക്കുന്ന രക്ഷിതാക്കൾ, എന്ത് കാര്യത്തിലും മക്കൾക്ക് യാതൊരു കുറവും വരുത്താത്ത അധ്യാപകർ, പഠിപ്പിക്കാനായാലും ഇവിടുന്ന് പിരിഞ്ഞു പോയ അധ്യാപകരായാലും ഷംല ടീച്ചർ അടക്കമുള്ള അധ്യാപകരൊക്കെ ആ സ്കൂളിനെ സഹായിക്കാറുണ്ട്. അതുകൊണ്ടാണ് LSSൽ ഇപ്പോഴും 5-6 കുട്ടികൾക്ക് LSS കിട്ടിയിട്ടുണ്ട്. വലിയൊരു ഈ കാലഘട്ടത്തിൽ അതൊക്കെ വലിയൊരു അംഗീകാരം തന്നെയാണ്. ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എനിക്ക് എല്ലാവരും കുട്ടികളെ പാട്ടായാലും ഡാൻസായാലും ഒപ്പനക്കായാലും കാത്തിരിക്കാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ പരിപാടി വീണ്ടും ഉയരങ്ങളിൽ എത്തട്ടെ. ആന്തിയൂർക്കുന്ന് സ്കൂളിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഫസ്റ്റ് നമ്മളെ അഡ്മിഷൻ വരുന്ന 100 കുട്ടികൾക്ക് സൈക്കിൾ വിതരണം ചെയ്യുന്ന, എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ കൊണ്ടോട്ടി ഉപജില്ലയിലെ ആദ്യത്തെ സ്കൂളും AMLP സ്കൂൾ തന്നെയാവും. മക്കളെ ഇതുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കൽ കൂടി മാനേജ്മെൻറ്റ് കമ്മിറ്റിയെയും അവിടുത്തെ അധ്യാപകരെയും എല്ലാവരെയും, പ്രത്യേകിച്ച് രക്ഷിതാക്കളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ആദരിക്കുകയാണ്. കരുതലോടുകൂടി നമ്മുടെ സ്കൂളിലെ നമ്മുടെ മക്കളെ സ്നേഹത്തോടു കൂടി അവരെ കൈകാര്യം ചെയ്യുകയും വാഹനത്തിൽ വളരെ സുരക്ഷിതമായി ഇതുവരെ യാതൊരു പ്രയാസവും കൂടാതെ നമ്മുടെ ഒരു കാരണവരായിട്ട് ആന്തിയൂർക്ക് ഒന്ന് കൈയടിക്കെല്ലാവരും. നമ്മൾ ആന്തിയൂർക്ക് AMLP സ്കൂളിൻ്റെ ഒരു അംഗീകാരം നൽകുകയാണ് പ്രിയപ്പെട്ട ഇബ്രാഹിം കക്ക്. അദ്ദേഹം നമ്മുടെ ഒരു വർഷങ്ങളായി നമ്മുടെ സ്കൂൾ വണ്ടി മുപ്പരുടെ തന്നെ വാഹനമാണ്, ഡ്രൈവറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ആന്തിയൂർക്ക് AMLP സ്കൂളിൻ്റെ സ്നേഹാദരം. അടുത്തത് നമ്മുടെ കൃഷ്ണേട്ടൻ ഇതേപോലെ നമ്മുടെ സ്കൂൾ വണ്ടിയുടെ ഡ്രൈവറാണ്. അരൂര് ഭാഗത്തു നിന്നുള്ള നമ്മുടെ കുട്ടികളെ വളരെ സുരക്ഷിതമായിട്ട് നമ്മുടെ സ്കൂളിൽ എത്തിക്കുകയും നമ്മുടെ കുട്ടികളുടെ ഒരു ഗ്രാൻഡ് ഫാദറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷ്ണേട്ടൻ. ഓക്കെ, അടുത്തതായി നമ്മുടെ LSS നേടിയ കുട്ടികൾക്കുള്ള ആദരമാണ്. LSS മുഫ്ലിഹ വാഫിയ, ഇഹ്സാനുൽ ഹക്ക് TK, അടുത്തത് അബ്ദുൽ ഹനാൻ P, നെബ്രൂൺ കേസി, ഫിസ മറിയം. ഒരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് നേടിയ 5 പ്രതിഭകളാണ് നമ്മുടെ സ്കൂളിലുള്ള. അടുത്തത് ഫിസ മറിയം. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട നഫീസാത്തുക്കുള്ള ഒരു സ്പെഷ്യൽ ആദരമാണ്. നമുക്കുള്ള ഉച്ചഭക്ഷണം വളരെ രുചികരമായിട്ട് തയ്യാറാക്കുകയും നമ്മളെ ഒരു മെഡിക്കൽ ക്യാമ്പിന്റെ ദിവസം ഡോക്ടേഴ്സ് സ്പെഷ്യലായിട്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനും കൂടി കാരണക്കാരിയായ നഫീസാത്തെയും സംസുക്കയും
നഫീസാത്ത നമ്മുടെ ഔദ്യോഗിക പാചകക്കാരി കൂടിയാണ്. സാബറി ടീച്ചറാണ് നഫീസാത്തെ. ഓക്കെ, ടീച്ചറെ സാബറി ടീച്ചറാണ് നഫീസാത്തെ ആദരിക്കുന്നത്. അടുത്തത് നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സ്കൂളിൻ്റെ ഒരു മദറായിട്ട് നിൽക്കുന്ന റീജ ചേച്ചിയാണ്. KG കുട്ടികളുടെ റീജ ചേച്ചി. പിന്നെ ഫിദ ഫാരിഷ. നമ്മുടെ സ്കൂളിലെ നോൺ ടീച്ചിങ് സ്റ്റാഫുകളാണ്. ഫാരിഷ, ഷിജിനി, നമ്മളെ PTA പ്രസിഡന്റ് ആയിക്കോട്ടെ. രണ്ട് ഡ്രൈവർമാർ ഇവിടെ ഹാജരായിട്ടില്ല. പരിസരത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരാം. ഷാഹിൻ ആൻഡ് അജ്മൽ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഇനി നമ്മുടെ IMM സ്കോളർഷിപ്പ്, ഒരു സ്പെഷ്യൽ സ്കോളർഷിപ്പ് പരീക്ഷയാണ്. ഇപ്പിച്ചി മുഹമ്മദ് മാസ്റ്റർ സ്മാരക, നമ്മുടെ വെള്ളിപ്പയാണ് സ്കൂൾ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ വർഷം മുതൽ നമ്മൾ തുടങ്ങിയ ഒരു സ്കോളർഷിപ്പാണ്. കുട്ടികൾ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഈ പരീക്ഷ നടത്തിയത്. നോൺ LSS ടീമിനാണ് നമ്മൾ ഈ പരീക്ഷ നടത്തിയിരുന്നത്. അപ്പോൾ ആ പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള അവാർഡ് ദാനമാണ് ഇനി നടക്കുന്നത്. 1ാം സ്ഥാനം, ഉയർന്ന മാർക്ക്, ഏറ്റവും ടോപ്പ് മാർക്ക് നേടിയ ആയിഷ സെൻഹ KM. ഷംല ടീച്ചറാണ് ചെല്ലി. ലിസിന ടീച്ചറും ഷംല ടീച്ചറും. പാരന്റ് അവിടെ ഉണ്ടെങ്കിൽ പാരന്റും കൂടി വാങ്ങും. ചെല്ലു സെന്ററിലേക്ക് പോട്ടെ. നല്ല മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നല്ല മാർക്കോട് കൂടിയാണ്. ആ പേപ്പർ വാല്യുവേഷൻ അടക്കം ഞാൻ കണ്ടിരുന്നു. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തതാണ്. ഒരു GKയും മറ്റെല്ലാ കാര്യങ്ങളും, പാഠപുസ്തകത്തിലെ സംഗതികളെല്ലാം ഒരു LSS പരീക്ഷ പോലെ തന്നെ സ്കൂൾ തലത്തിൽ നമ്മൾ നടത്തിയൊരു ഗംഭീരമായിട്ടുള്ളൊരു സ്കോളർഷിപ്പ് പരീക്ഷയായിരുന്നു അത്. 2ാം സ്ഥാനം അസ. പാരന്റ്സ് ആരെങ്കിലും ഉണ്ടോ അസന്റെ? ഹനിയ നസ്ലിൻ PV KM. അടുത്തത് അൻഹാസി. കയ്യടികൾ വരട്ടെ, കയ്യടികൾ. നേട്ടങ്ങൾക്ക് ഇപ്പോഴും പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അൻഹാസി. മുഹമ്മദ് റബീഹ് A. നമ്മളൊരു സ്മാർട്ട് പാരന്റ് പരീക്ഷ നടത്തിയിരുന്നു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ളൊരു പരീക്ഷ. ഒന്നിച്ചാണ് ഒരു പരീക്ഷ. പാരന്റും കുട്ടിയും. ഇതാണ് നേരത്തെ നമ്മളെ PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച സംഗതി. ചേർത്ത് പിടിക്കലിന്റെ ഭാഗം നമ്മൾ പറഞ്ഞില്ലേ? അതുപോലെ അത് വലിയൊരു സംഭവം തന്നെയാണ്. ആ പരീക്ഷ എഴുതുന്ന കാഴ്ചയൊക്കെ വീഡിയോ കണ്ടപ്പോഴാണ് അതിന്റെ രസം എനിക്ക് മനസ്സിലായത്. പാരന്റ്സിന് അവസരം കൊടുത്തുകൊണ്ട് 4ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചേഴ്സ് നടത്തിയ ഗംഭീരമായിട്ടുള്ളൊരു പരീക്ഷയാണ്. അതിൽ വിജയം നേടിയ മദറും കുട്ടിയും ഒന്നിച്ചാണ് സമ്മാനം ഏറ്റുവാങ്ങുന്നത്. രണ്ടുപേരുടെയും ഫോട്ടോ ഇതിലുണ്ട്. അതാണ് ഏറ്റവും വലിയ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒന്നാം സ്ഥാനം നേടിയ ഹസീന KC ആൻഡ് റിസ KC അല്ലേ? അടുത്തത് ഫായിദ KK ആൻഡ് സഹ്റാൻ KK. ഫൈസ ആൻഡ് സഹ്റാൻ. അടുത്തത് ശില്പ K ആൻഡ് അഭയ് കൃഷ്ണ.
അമ്മയും സന്തതിയും അല്ലേ? സ്കേറ്റിംഗിൽ സംസ്ഥാന തലത്തിൽ പ്രതിഭാപ്പെട്ടതിനെ നമ്മുടെ സ്കൂളിൽ പഠിച്ചു വളർന്ന നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് അമേയ. അമേയ എന്നിവിടെ ഒരു ഗസ്റ്റായിട്ടാണ് യഥാർത്ഥത്തിൽ വന്നത്. നമ്മൾ അമേയെ ഒന്ന് ആദരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരാളും കൂടിയുണ്ട്, ഹിദായ ഹനൂൻ KT. നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ച് EMES സ്കൂളിൽ വെച്ച് 8ാം ക്ലാസ്സുകാരി ഒരു ഇംഗ്ലീഷ് ഒരു പോയത്തിൻ്റെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അവള്. ഹിദായ ഹനൂൻ KT ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വേദി ധന്യമായ മുഹൂർത്തത്തിൽ അവളെ ആദരിക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ നിന്ന് ഇംഗ്ലീഷ് പഠിച്ചിട്ട് EMES സ്കൂളിലെത്തിയിട്ട് അവിടുന്ന് 8ാം ക്ലാസ്സുകാരി ഒരു ഇംഗ്ലീഷിൽ ഒരു പോയം പുസ്തകം എഴുതി പോയത്തിന് സമാഹാരം രചിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്ര നിമിഷം തന്നെ. കൈയടിക്കൂ. ഓക്കെ, നിറസാന്നിധ്യം കൊണ്ട് ഇന്ന് ധന്യമാണ് നമ്മുടെ സ്കൂളിൻ്റെ ഈ ഒരു വേദി. താങ്ക് യു.